ഇന്ന് പതിവിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്റെ വ്യക്തി ജീവിതം ഞാനിവിടെ അധികം പങ്കുവെച്ചിട്ടില്ല. ഇന്ന് അതിനെപ്പറ്റി ചെറിയ രീതിയിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു വിജയിയാവാനായിട്ട് സമൂഹം നമുക്ക് കുറച്ചധികം വലിയ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിലിപ്പോ നല്ല വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തിക സ്ഥിരത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം, ഭൂരിപക്ഷം പേരുടെയും ജീവിതം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലെ കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാനും അതേ ജീവിതം തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു വിജയി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ എത്തിയതിനു ശേഷം ഇതല്ലായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ട ജീവിത വിജയം എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും തിരിച്ചു നടക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലിസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതും അതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വരുത്തിയതെന്നുള്ളതും ഒന്ന് ചെറിയ രീതിയിലൊന്ന് പറയാം. എന്റെ ലിസ്റ്റിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 10ാം ക്ലാസ് SSLC പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു. ഏകദേശം 90% മാർക്കോടുകൂടി SSLC പാസ്സായി. കാൽ നൂറ്റാണ്ടിന് മുൻപുള്ള കാലത്തെ കാര്യമാണ്. അന്ന് ഡിസ്റ്റിങ്ഷൻ 80% മുകളിൽ മാർക്ക് എന്ന് പറയുന്നത് വളരെ നല്ല മാർക്കായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ആദ്യത്തെ ടിക്ക് മാർക്ക്. അടുത്തതൊരു പ്രൊഫഷണൽ ഡിഗ്രി നേടുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി റാങ്കോടുകൂടി പാസ്സായി. അടുത്ത വലിയൊരു ടിക്ക് മാർക്ക്. ഇനി ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. മാസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ IT പ്രൊഫഷണലായിട്ട് ജോലിക്ക് കയറി. അടുത്ത വലിയൊരു ടിക്ക് മാർക്ക്. ഇനി ലിസ്റ്റിലുള്ളത് വിവാഹമാണ്. എന്റെ ജീവിത പങ്കാളി എന്നതിനപ്പുറം എന്റെ ഉത്തമ സുഹൃത്ത് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എന്റെ പ്രിയ ഭർത്താവുമായിട്ടുള്ള വിവാഹം. അടുത്ത വലിയൊരു ടിക്ക് മാർക്ക്. ഇനി ലിസ്റ്റിലുള്ളത് ഒരു അമ്മയാവുക എന്നുള്ളതാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ 5ാമത്തെ വിവാഹ വാർഷികവും കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ മകള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു 5 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അത് ഉപകാരപ്പെട്ടേക്കും. ഈ ഒരു അമ്മ റോളും കൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാവിധ റോളുകളും പൂർത്തിയായി. പിന്നീട് ഇങ്ങോട്ടുള്ള കുറേയധികം വർഷങ്ങള് ഈ റോളുകളെല്ലാം 100% പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ജോലിയിലേക്ക് വന്നാൽ TCS, IBM പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലിയിലൂടെ പ്രൊഫഷണൽ ലൈഫ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ലഭിച്ച ഭൂരിപക്ഷം റോളുകളും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. ചുരുക്കം ചില റോളുകൾ ഭംഗിയാക്കാനായിട്ട് ഞാൻ വല്ലാതെ കിടന്ന് പരിശ്രമിക്കേണ്ടി വന്നു. അങ്ങനെ കുറെ വർഷങ്ങള് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. പക്ഷെ 2022 തുടക്കത്തിൽ നടന്നൊരു സംഭവം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായിരുന്നു. ആ ഒരു സംഭവം എനിക്ക് തന്നത് കുറേയധികം തിരിച്ചറിവുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിതമല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ കുറേയധികം തിരുത്തലുകൾ വരുത്താനായിട്ട് തീരുമാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തിരുത്തലുകൾ കൊണ്ടുവന്നത് എന്റെ സ്വഭാവത്തിലും അതുപോലെ ബന്ധങ്ങളിലും പിന്നെ കരിയറിലുമാണ്. സ്വഭാവത്തിൽ ഞാൻ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ വല്ലാതെ പിന്നിലോട്ട് വലിക്കുന്ന സ്വഭാവങ്ങളൊക്കെ തന്നെ വിട്ടുകളയാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ വരുത്തിയ മാറ്റം എന്റെ സമയവും എനർജിയും ഒക്കെ അർഹതയുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം കൊടുക്കുക എന്നുള്ള വലിയ ഒരു ശക്തമായ തീരുമാനം. ആ ഒരു തീരുമാനം കൊണ്ടുവന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിലമതിക്കുന്ന നല്ല ബന്ധങ്ങൾക്ക് വേണ്ടി എനിക്ക് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഭൂരിപക്ഷം പേരും നമ്മുടെ ജീവിതം വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട ഒരു ജീവിതമാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല. ജോലി തിരക്ക്, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ റോളുകൾ പെർഫെക്റ്റ് ആക്കുന്ന തിരക്ക്, അതിലൊക്കെ നമ്മൾക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ജീവിതമാണോ ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല എന്നുള്ള ഒരു ഉത്തരമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏത് ഏരിയയിലാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരേണ്ടത് അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന അവകാശമാണെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ലഭിക്കാനായിട്ട് എന്ത് മാറ്റങ്ങളാണോ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരാനായിട്ട് ഒട്ടും തന്നെ മടി വിചാരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ ഈ രീതിയിൽ ഇനി ജീവിതത്തോട് സമീപിച്ച് നോക്കുക.
എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.